എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നും നമ്മൾ ചക്ര ഹീലിങ്ങിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഞാൻ വീണ്ടും ഈ ചക്ര ഹീലിങ്ങിൻ്റെ വീഡിയോസ് ഇടുന്നതിൻ്റെ ഉദ്ദേശം ഒരുപാട് പേർക്ക് ഇത് എത്തിച്ചേരണമെന്നുള്ളതുകൊണ്ടാണ്. ഇത് നല്ല ഫലപ്രദമായിട്ടുള്ള ലഘുവായിട്ടുള്ള ഒരു കാര്യം, ആർക്കും വീട്ടിൽ ഇരുന്നു കൊണ്ടേ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അതേ സമയത്ത് ആളുകൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകണം, അതായത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകണം. അല്ലെങ്കിൽ ഏതോ എല്ലാം കാണുന്ന പോലെ ഇതും അങ്ങ് കണ്ടങ്ങ് പോകും. അതല്ല എൻ്റെ ഉദ്ദേശം. അതായത് ചക്ര ഹീലിംഗ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്നുണ്ടോ അതൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ആരെയും ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് അങ്ങേയറ്റം മുക്തി വരെ നമുക്ക് നേടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. പക്ഷേ ഇത് ഇന്ന് ബുധനാഴ്ച, ഇന്നത്തെ വീഡിയോ. ഇനി വെള്ളിയാഴ്ച ഒന്നും കൂടെ പറഞ്ഞിട്ട് ഇതോടുകൂടി നമ്മുടെ ചക്ര ഹീലിംഗ് പ്ലേലിസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ അടുത്തതായിട്ട് ഞാൻ കുറേ പ്ലാൻസ് വെച്ചിട്ടുണ്ട്. അടുത്തത് റേക്കി ഹീലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പറയണം എന്നാണ് എൻ്റെ മനസ്സിപ്പം പറയുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ചക്ര ഹീലിങ്ങിനെ കുറിച്ച് നിറയെ ഷോർട്സ് ഇട്ടിരുന്നു, അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരുന്നു. അത് കണ്ട് നമ്മളുടെ മലയാള ചാനൽ പ്രേക്ഷകർ തന്നെ ഒരു 19 പേര് ക്ലാസ്സിൽ ചേർന്നു. കഴിഞ്ഞ ശനിയും ഞായറും ക്ലാസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. എനിക്ക് അതാണ് തൃപ്തി, അതാണ് എൻ്റെ സന്തോഷം. നമ്മൾ കാശ് വാങ്ങിക്കുന്നു, അതൊക്കെ വേറെ കാര്യം. കാശ് വരും പോകും. എപ്പോഴും കാശ് ആരുടെ കയ്യിലും നിലച്ച് നിൽക്കത്തില്ല. ഓക്കെ, അപ്പം അത് വരുന്നു പോകുന്നു, അത് വെച്ച് പല ചിലവുകൾക്കാണ് ഞാൻ കാശ് വാങ്ങിക്കുന്നത്. ഒരുപാട് ചിലവുകളുണ്ട്. അതുകൊണ്ട് അതിന് ശരിക്കും പറഞ്ഞാൽ ചക്ര ഹീലിങ്ങിന് എൻ്റെ ഗുരു പറഞ്ഞത് നീ 10,000 വാങ്ങിക്കേ എന്നാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു അത്രയൊന്നും നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാൻ ചിലപ്പോൾ സാധിക്കത്തില്ല. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു 5,000 വാങ്ങിക്കാമെന്ന്. പിന്നെയും ഞാൻ അതിനെ 3,000 ആയിട്ട് കുറച്ചു. എന്താണോ, വെറും ഈ പണമെന്ന് പോകുന്നതിൽ ആവശ്യം. എൻ്റെ ഈ വീഡിയോ ഇടുന്നതിനും ക്ലാസ് എടുക്കുന്നതിനും റെക്കോർഡിങ് എടുക്കുന്നതിനും അതിനുള്ള അയക്കാനും അതിനുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്, അവർക്കൊക്കെ പൈസ കൊടുക്കാനും കുറേ ഞാൻ സോഫ്റ്റ്വെയർ വാങ്ങിച്ചു. അതായത് ഇതിനെ ഏജൻസി മുഖാന്തരം വെളിയിൽ കൊടുത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം. അതുകൊണ്ടാണ് ഈ അബണ്ടൻസ് പബ്ലിക്കേഷൻ, അബണ്ടൻസ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫേം തന്നെയാണ്. അതുവഴിയാണ് ഞാൻ 2 ഇംഗ്ലീഷ് ബുക്ക് എഴുതിയതിനെ വിറ്റുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിംഗ് ചെയ്യുന്നത് അതുവഴിയാണ്. പക്ഷേ അതുകൊണ്ട് അബണ്ടൻസിൽ ഇപ്രാവശ്യം നിങ്ങൾ അബണ്ടൻസ് എന്ന് പറഞ്ഞാലും എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ തന്നെ വരുന്നത്. പക്ഷേ അതിൽ GPay ചെയ്യേണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്തുവാന്ന് വെച്ചാൽ, വേറൊരു ഏജൻസി കൊടുത്തിരിക്കുമ്പം അത് റേസർ പേ വഴി അവർ കളക്ട് ചെയ്ത് അങ്ങനെ അവർ നിങ്ങളുടെ പണം അക്കൗണ്ടിൽ പോകും. പക്ഷേ നിങ്ങളുടെ പേര്, വാട്സപ്പുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതൊക്കെ അവർ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ പോയി വീഴും. അതിന് പേരാണ് ഫണൽ. അപ്പോൾ ആ ഫണലിൽ പോയി വീഴും. ഈ ഊറ്റിയുണ്ടല്ലോ അതുപോലെ ആ ഫണലിൽ പോയി വീഴും. അതിൽ നിന്ന് അവർ നിങ്ങൾക്ക് മെയിൽ അയക്കും, ലിങ്കൊക്കെ അയക്കും. അപ്പം ഞാൻ ഇവിടുന്ന് വിളിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യവും അവർ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് GPay ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ GPay ചെയ്താൽ അതിൽ പോകത്തില്ല, അബണ്ടൻസ് പബ്ലിക്കേഷൻ്റെ അക്കൗണ്ടിൽ പോകത്തില്ല. പിന്നെ അവരെ ഞാൻ തിരിച്ച് വീണ്ടും വിളിച്ച് പറയേണ്ടി വരും. ഓക്കെ, വീണ്ടും വിളിച്ച് പറയേണ്ടി വരും. ഈ പേര് ചേർക്കണേ, ഈ മെയിൽ ID ചേർക്കണേ, അങ്ങനെ ചിലപ്പം വിട്ടുപോകും. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ശനിയും ഞായറും ക്ലാസ് എടുത്തു. എനിക്ക് 100% തൃപ്തി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വന്നവരെല്ലാം അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിരുന്നു, ജെന്യുവിനായിട്ടിരുന്നു, സത്യസന്ധമായിട്ടുള്ളവരാണ് വന്നത്. സത്യസന്ധം എന്ന് വെച്ചാൽ എന്തുവാ, അത് പഠിക്കണം, അറിയണം, നമുക്കും ഹീൽ ചെയ്യണം എന്നൊക്കെ നല്ല ഒരു മനസ്ഥിതിയോടെ വന്നു. അവരെല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ് വരുന്ന ശനിയും ഞായറും ഉണ്ട്.
ഓക്കെ. അപ്പം എനിക്ക് അറിഞ്ഞ കുറച്ചൊക്കെ അങ്ങോട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഉന്തുതൽ. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ വീണ്ടും ചെയ്യുന്നത്. ഓക്കെ. അപ്പം തിരിച്ചു ഞാൻ ഇന്നും വരുന്ന വെള്ളിയാഴ്ചയും ഇടുന്നതിൻ്റെ കാരണം എന്തുവാന്ന് വെച്ചാൽ, ഇതുവരെ കേട്ടില്ലെങ്കിൽ, ഇതുവരെ അറിഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് അറിയട്ടെ. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ചക്ര ഹീലിംഗ് ക്ലാസ്സൊക്കെ എന്നും നമുക്ക് എടുക്കാനൊക്കത്തില്ല. അതിനൊക്കെ അതിൻ്റെതായ ഒരു സാഹചര്യം വേണം. അപ്പോഴേ നമുക്ക് എടുക്കാം. മാസത്തിൽ 2 ക്ലാസ് അങ്ങ് എന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, ഞാൻ നേരിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ സമയമെടുക്കും. ഓക്കെ. കാണുമ്പം ഒരു ചാൻസ് കിട്ടുമ്പം അതിനെ കൈകൊണ്ട് വാരി പിടിച്ചെടുത്തോണം. ഗ്രാബ് ദ സിറ്റുവേഷൻ, ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഗ്രാബിംഗ് എന്ന് വെച്ചാൽ പിടിച്ച് വലിച്ചെടുക്കുക. ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടോ, ഉടനെ അങ്ങ് ചേരുക. പിന്നെ വേറെ ഒന്നും ചിന്തിക്കരുത്. ഓക്കെ, ശരി. അപ്പം തിരിച്ചും ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ടും പറയാം, ഇതുവരെ പറയാത്ത കാര്യങ്ങൾ. അതായത് അപ്പം ഈ ചക്ര ഹീലിംഗ് എന്ന് വെച്ചാൽ ചക്രാസിനെ ഗുണപ്പെടുത്തുന്നു. അപ്പം ഈ ഗുണപ്പെടുത്തുന്നതിന് മുമ്പേ ചക്രാസ് എന്ന് വെച്ചാൽ എന്തുവാന്ന് നല്ല ഒരു ഗ്രാഹ്യം വേണം. ഓക്കെ. അപ്പം ഈ ചക്രാസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാണിക് ബോഡിയുടെ ഒരു ഭാഗമാണ്. അപ്പം പ്രാണിക് ബോഡി എന്ന് വെച്ചാൽ എനർജി ബോഡി. ഓക്കെ. അപ്പം ഈ എനർജി ബോഡിയിൽ ഈ ചക്രാസ് എന്നുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ എനർജി കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ. എനർജി കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലം. അതായത് ഇപ്പോൾ സൂര്യവെളിച്ചം എല്ലാ സ്ഥലത്തും വീഴുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ലെൻസ് വെച്ച് ആ സൂര്യവെളിച്ചത്തിൽ കാണിക്കുമ്പം എന്താകും, അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ വെച്ചാൽ അത് കത്തും. എന്തുകൊണ്ട്? ആ സൂര്യവെളിച്ചത്തിനെ ഈ ലെൻസ് വാങ്ങിച്ച് ഒരു സ്ഥലത്തോട്ട് അയക്കുന്നു, ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ. അതുപോലെയാണ് നമ്മുടെ ദേഹം മുഴുക്ക പ്രാണിക് ബോഡി ഉണ്ടെങ്കിലും, പ്രാണിക് ബോഡി എന്ന് പറയുന്നത് ഉള്ളിലും പുറത്തും ഒക്കെ വ്യാപിച്ചിരിക്കുന്ന സംഗതിയാണ്. അങ്ങനെ അകത്തും വെളിയിലും ഉണ്ടെങ്കിലും, അതിനകത്ത് എനർജി ഓടിക്കൊണ്ടിരുന്നെങ്കിലും ഈ എനർജിയെ സ്ഥിരീകരിച്ച് വെച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചില സ്പോട്ട്സ്. അതിനെയാണ് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രാണിക് ബോഡി എന്ന് പറയുമ്പം അതിനകത്ത് എന്തൊക്കെ ഉണ്ട്? നാഡികളും ഈ ചക്രാസും ഉണ്ട്. ഓക്കെ. ഈ നാഡികളെന്ന് പറയുന്നത് എങ്ങനെ? നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ പൈപ്പ്, ട്യൂബ്സ് പോലെ ഉള്ളത്. ഓക്കെ. അപ്പോൾ എത്ര നാഡികളുണ്ട്? അതായത് 72,72,00,000 ചില്ലുവാനം നാഡികളുണ്ടെന്നാണ് കണക്കെടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിലെല്ലാം, അതായത് ദേഹം മുഴുക്ക ഒരു നെറ്റ്വർക്ക് പോലെ പരവി കിടപ്പുണ്ട്. പക്ഷേ നമുക്കത് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. ഈ നാഡികളിൽ ശരി 72,72,00,000 ഒന്നും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാനും നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കിയെടുക്കാൻ, വിഷ്വലൈസ് ചെയ്യാനും പറ്റാത്ത ഒരു സംഗതിയാണെങ്കിൽ അതിനെ ചുരുക്കി നമ്മൾ 72,000 നാഡികൾ, അത് എത്ര മുഖ്യമായിട്ടുള്ളതോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതോ അത് മാത്രം നമുക്ക് കണക്കിലെടുക്കാം. അപ്പോൾ 72,000 നാഡികളാണ് എന്നാണ് ആൾക്കാർ പൊതുവെ പറഞ്ഞു വരുന്നത്. സാധാരണ പുസ്തകത്തിലൊക്കെ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 72,000 നാഡികളും എനർജി ചാനൽസാണ്. അതിൽ കൂടെ എനർജി ഓടുന്നു. ഈ എനർജി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കാണല്ലോ. അപ്പോൾ അത് മലയാളത്തിൽ എന്തുവാന്ന് വെച്ചാൽ പ്രാണൻ, പ്രാണശക്തി. ഓക്കെ. അപ്പം ഈ പ്രാണശക്തി നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നു? സൂര്യവെളിച്ചത്തിൽ നിന്ന് കിട്ടുന്നു, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്നു, കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് കിട്ടുന്നു, ശ്വസിക്കുന്ന കാറ്റിൽ നിന്ന് കിട്ടുന്നു. ഇതിനെല്ലാം പുറമെ ധ്യാനം ചെയ്യുമ്പം, അവയർനെസ്സോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പം, ഫോക്കസ്ഡായിട്ടിരിക്കുമ്പം നമുക്ക് കോസ്മിക് എനർജിയാണ് നമ്മുടെ സഹസ്രാരം വഴി അകത്ത് കയറുന്നത്. ആ കോസ്മിക് എനർജിയാണ് പ്രാണശക്തിയുടെ കേന്ദ്രം. പ്രാണശക്തി ഉള്ളതാണ് ഈ കോസ്മിക് എനർജി, യൂണിവേഴ്സൽ എനർജി, റേക്കി എനർജി, അങ്ങനെ പല പേരുകളിൽ പറയുന്നത്. യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഇതൊക്കെ പറയുന്നത് അത് ഒരു എനർജിയാണ്. അത് കറുപ്പോ വെളുപ്പോ എന്നൊക്കെ നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ നമ്മൾ ഏത് കളർ സങ്കല്പിക്കുന്നോ ആ കളറിൽ അത് വർക്കാകും.
ഓക്കെ, അതാണ് ഈ നാഡികളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ നാഡികളിലാണ് എനർജി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 3 നാഡികളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഡികൾ. അതായത് സുഷുമ്നാ നാഡി, ഇട, പിംഗള. ഈ സുഷുമ്നാ നാഡി എന്ന് പറയുന്നത് ഇവിടെ തല ഉച്ചിന്ന് താഴെ ആസനവായുടെ അടുത്തുള്ള മൂലാധാര ചക്രം വരെ ഒരു സ്ട്രെയിറ്റ് ട്യൂബായിട്ട് ഇങ്ങനെ പോകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാഡി. അതിൻ്റെ പേരാണ് സുഷുമ്നാ നാഡി. ഇപ്പോൾ ഈ സുഷുമ്നാ നാഡിയുടെ വലത്തെ സൈഡ് ഒരു നാഡിയുണ്ട്, അത് പിംഗള. ഈ പിംഗള നാഡി എവിടുന്ന് തുടങ്ങി, ഇപ്പോൾ അതായത് സുഷുമ്ന എന്ന് പറയുന്നത് മൂലാധാരം തുടങ്ങി സഹസ്രാരം വരെ, അല്ലെങ്കിൽ സഹസ്രാരം തുടങ്ങി മൂലാധാരം വരെ. ഓക്കെ, അപ്പോൾ ഈ പിംഗള എന്ന് പറയുന്നത് റൈറ്റ് സൈഡുള്ള നാഡിയാണ്. ഈ പിംഗള നാഡി എന്ന് പറയുന്നത് എവിടം തുടങ്ങി എവിടെ അവസാനിക്കും? അത് നമ്മുടെ പിംഗള എന്ന് പറയുന്നത് വലത്തെ സൈഡ്. ഓക്കെ, അപ്പോൾ വലത്തെ കാലിൻ്റെ പെരുവിരലിൻ്റെ നുനിയിലിരുന്ന് ഈ നാഡി തുടങ്ങി അങ്ങനെ തുടവഴി മേളി വന്ന് മൂലാധാരത്തിൽ കയറി മൂലാധാര ചക്രം വഴി സുഷുമ്ന നാഡി വഴി മൂലാധാരത്തിലിരുന്ന് വരെ കയറി സുഷുമ്ന നാഡിയുടെ വലത്തെ സൈഡ് പോകുന്നു. പോയി ഓരോ ചക്രത്തിനകത്തും കയറി ഒടുക്കം നമ്മുടെ ഭ്രുവമധ്യ എന്ന് പറയുന്ന ഈ ആജ്ഞാചക്രത്തിൽ വന്ന് തീരുന്നു. അതാണ് വലത്തെ സൈഡുള്ള സുഷുമ്ന നാഡിക്ക് വലത്തെ സൈഡുള്ള പിംഗള നാഡി. ഇത് എന്തോതിൻ്റെ ആധിക്യത്തിലാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഇത് സൂര്യൻ്റെ ആധിക്യത്തിലുണ്ട്. അപ്പം ഇത് ഒരുപാട് ഈ അച്ഛൻ്റെ വഴിയുള്ള സ്വഭാവം അല്ലെങ്കിൽ ആണുങ്ങളുടെ സ്വഭാവം ഇതൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ശരിയാവത്തില്ല. ഒരേ കറക്റ്റ് വാക്ക് എന്തുവാണ്? മാസ്കുലൈൻ നേച്ചർ. അതായത് ഒരു പുരുഷ ഗുണങ്ങളുള്ള നാഡിയാണ് ഈ പിംഗള നാഡി. അത് സൂര്യൻ്റെ കൺട്രോളിലാണ് ഇരിക്കുന്നത്. അതായത് സൂര്യൻ അതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് അത് പറയുന്നത്. ഓക്കെ, ഇതുപോലെ സുഷുമ്ന നാഡിയുടെ ഇടത്തെ ഭാഗം ഓടുന്ന ഒരു മെയിൻ നാഡിയാണ് ഇട. ഈ ഇട നാഡി എവിടെ നിന്ന് വരും? ഇടതുകാൽ പെരുവിരലിൻ്റെ നുനിയിലിരുന്ന് ടിപ്പിലിരുന്ന് കയറി തുടവഴി കയറി മൂലാധാരത്തിൽ പോയിട്ട് അവിടുന്ന് വെളി വന്ന് ചക്രാസനകത്തൂടെ ബാക്കി എല്ലാ ചക്രാസനോടെയും കയറി ഇറങ്ങി ആജ്ഞാചക്രത്തിൽ വന്ന് തീരും. ഇത് ഒന്ന്. ഓക്കെ, അപ്പോൾ ഈ ഇടനാഡി എന്ന് പറയുന്നത് ഫെമിനൈൻ ക്യാരക്ടേഴ്സ് ഉള്ളതാണ്. ഫെമിനൈൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം ഒരു സ്ത്രീകൾക്കുള്ള സ്വഭാവം എന്ന് പറയാം, അമ്മയുടെ സ്വഭാവങ്ങളെന്ന് പറയാം. ഇത് ഏതിൻ്റെ ആധിക്യത്തിലിരിക്കുന്നതെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ ആധിക്യം. സോ വലത് സൈഡ്, അതുകൊണ്ടാണല്ലോ ഈ ഭരതനാട്യത്തിൽ കളിക്കുമ്പോഴൊക്കെ ഇവിടെ സൂര്യനും ഇവിടെ ചന്ദ്രനും വയ്ക്കും ചെറുത്. ഇത് സൂര്യൻ എന്ന് പറയുന്നത് പിംഗള നാഡിയും ചന്ദ്രൻ എന്ന് പറയുന്നത് ഇടനാഡിയും. ഓക്കെ, പിന്നെ അപ്പോൾ ഈ 2 നാഡിയും ഇങ്ങനെ ഓരോ ചക്രയിലും കയറി ഇറങ്ങി ആജ്ഞാചക്രത്തിൽ വന്ന് നിൽക്കും. അവിടെയോട് അവസാനിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇല്ല. അതിന് പിന്നെ വീണ്ടും ആജ്ഞാചക്രത്തിൽ നിന്ന് വെളിയിൽ വന്ന് ഈ പിംഗള നാഡി നമ്മുടെ വലത് മൂക്കിൻ്റെ ടിപ്പിൽ വന്ന് തീരും. ഇടാനാഡി എന്ന് പറയുന്നത് ആജ്ഞയിൽ നിന്ന് തിരിച്ചും വെളിയിലിറങ്ങി ഇടത് മൂക്കിൻ്റെ ടിപ്പിൽ വന്ന് തീരും. അപ്പം ഇതാണ് അതിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻ. കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ അത് എങ്ങനെയൊക്കെ ഏത് ഭാഗത്തുനിന്ന് തുടങ്ങി ഏത് ഭാഗത്ത് വരുന്നു, അപ്പോൾ അതിനകത്ത് എനർജി ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ പടം പോലെ നമ്മൾ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ വിശ്വശക്തി, കോസ്മിക് എനർജി, പ്രപഞ്ചശക്തി എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന ശക്തി നമ്മൾ മനസ്സ് കാമായിരിക്കുമ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പം ഈ സഹസ്രാരം വഴി, അതായത് ഇവിടെ ഒരു ട്യൂബുണ്ട്,
അതിന് പേരാണ് ബ്രഹ്മേന്ദ്രം. ഈ ബ്രഹ്മേന്ദ്രം എന്ന് പറയുന്ന ഒരു ട്യൂബ് വഴി സഹസ്രാരത്തിൽ കയറി സഹസ്രാരത്തിൽ നിന്ന് ദേഹത്തിനകത്ത് സുഷുമ്ന വഴി ഇങ്ങനെ പോകും. അപ്പം ഈ എനർജിയാണ് ഇങ്ങനെ സഹസ്രാരത്തിൽ കയറി അകത്ത് പോകുന്നത്. അപ്പോൾ ഈ എനർജി അകത്ത് പോകുമ്പം ഈ സുഷുമ്ന നാഡിയിൽ തന്നെ ഒരു ചിലയിടങ്ങളിൽ ഈ എനർജി കേന്ദ്രീകരിച്ചിരിക്കും. സെൻറ്റേഴ്സ്, കേന്ദ്രം എന്ന് വെച്ചാൽ സെൻറ്റർ. അപ്പം കേന്ദ്രീകരിച്ചിരിക്കുമെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ പ്രാണശക്തി ചേർന്നിരിക്കും, അക്യുമുലേറ്റായി ഇരിക്കും. ആ എനർജി അക്യുമുലേറ്റഡ് സ്ഥലങ്ങൾക്കാണ്, സെൻറ്ററിനാണ് ചക്ര എന്ന് പേര്. അപ്പം അങ്ങനെ ദേഹത്ത് ഈ നാഡികളിനകത്ത് പ്രാണൻ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ചക്രാസിൻ്റെ ജോലി എന്തിനാ ചക്രാസ് ഉള്ളതെന്ന് വെച്ചാൽ, ഈ പ്രാണൻ ഈ ട്യൂബ് വഴി ഓടുമ്പം ഈ ചക്രാസിൽ എനർജി കോൺസെൻട്രേഷൻ ആണല്ലോ, എനർജി കൂടുതൽ അവിടെ വന്ന് അടയുന്നു എന്നല്ല, കൂടുതൽ വന്ന് ചേരുന്നു. അടയുന്നു എന്നുള്ള വാക്കല്ല, അത് ബ്ലോക്കാണ്. ഇവ കൂടുതൽ വന്ന് അക്യൂമുലേറ്റ് ആകുന്നു, ചേരുന്നു. ഓക്കെ, അപ്പോൾ ചേരുമ്പം ആ സെൻറ്ററിൽ നിന്ന് അടുത്തുള്ള അവയവങ്ങൾക്കെല്ലാം ഇത് എനർജി കൂടുതൽ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതിന് പിന്നെ ബാക്കി സ്ഥലത്തും സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആ ഏതേത് എനർജി സെൻറ്ററിൻ്റെ അടുത്ത് ഓർഗൻസ് ഉണ്ടോ ആ ഓർഗൻസിനൊക്കെ, അവയവങ്ങൾക്കെല്ലാം കൂടുതൽ എനർജി പകർന്നു കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ, അപ്പം 72,000 നാഡികളെന്ന് പറഞ്ഞു. ബ്രഹ്മനാഡി, വജ്രിണി, ചിത്രിണി, സരസ്വതി എന്ന് പറഞ്ഞ ഒരു നാഡിയുടെ പേരാണ്. അങ്ങനെ ഒരുപാട് നാഡികൾക്ക് നമ്മുടെ സിദ്ധന്മാർ പേര് വരെ ഇട്ടിട്ടുണ്ട്. അത് എവിടെ, ഇപ്പം ഇടാപിങ്കള പറഞ്ഞ പോലെ അത് എവിടെ നിന്ന് തുടങ്ങി എവിടെ തീരുന്നു എന്നെല്ലാം അവർ കണക്കിട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് പറഞ്ഞും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ നാഡീസിലാണല്ലോ എനർജി ഓടുന്നേ, പിന്നെ ഈ സെൻറ്ററിനകത്ത് എങ്ങനെ എനർജി വന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രാണശക്തി അവിടെ കുവിഞ്ഞിരിക്കും. ഓക്കെ, ഈ സൺലൈറ്റിൽ ഇങ്ങനെ ഒരു ലെൻസ് കാണിക്കുമ്പം ആ സൺലൈറ്റിൻ്റെ ശക്തിയെല്ലാം ആ ലെൻസ് വഴി കയറി ഒരു സ്ഥലത്ത് കുവിഞ്ഞിരിക്കും. ആ സ്ഥലത്താണ് നമ്മൾ പേപ്പർ വെച്ചാൽ പോലും കത്തുന്നത്. സൂര്യ വെളിച്ചത്തിൽ വെറുതെ ഒരു പേപ്പർ കാണിച്ചാൽ അത് കത്താത്തില്ല. അതേ സമയത്ത് ആ ലെൻസ് വെച്ച് കുവിച്ച് അടിയിൽ വരുമ്പം അവിടെ ഒരു പേപ്പർ വെച്ചാൽ പേപ്പർ തന്നെത്താനെ കത്തും. നമ്മൾ ഒരു തീപ്പെട്ടിത്തിരി വെച്ച് കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിൻ്റെ എനർജിയാണ് അവിടെ വന്ന് കുവിയുന്നത്. അങ്ങനെ ഈ എനർജി കുവിഞ്ഞിരിക്കുന്ന, ചേർന്നിരിക്കുന്ന സ്ഥലങ്ങൾക്കാണ് എനർജി സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനാണ് സാൻസ്ക്രിറ്റിൽ ചക്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സുഷുമ്ന നാഡിയിൽ മാത്രമാണോ ചക്രാസ് ഉള്ളത്? അല്ല, നമ്മളുടെ ദേഹം മുഴുക്ക ചക്രാസ് ഉണ്ട്, അവിടെ. ഓക്കെ, അപ്പം എത്ര ചക്രാസ് ഉണ്ട് പൊതുവേ എന്ന് പറഞ്ഞാൽ 114 ചക്രാസ് ഉണ്ട്. അതിൽ 4 ചക്ര ആർക്കും പ്രവർത്തിക്കുന്നില്ല, ബാക്കിയുള്ളത് 110. ഇതിൽ 2 നമ്മുടെ ദേഹത്തിന് വെളിയിലാണ്. അതായത് ഒന്ന് തലയ്ക്ക് മീതെ, ഇനിയൊന്ന് കാലിൻ്റെ താഴെ. അപ്പോൾ 2 നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ പോകുന്നു. ഓക്കെ, അത് 2. അപ്പം 110 - 2 108. ഈ 108 ചക്രാസും നമ്മുടെ ദേഹത്തുണ്ട്. അത് റൈറ്റ് സൈഡ് 54, ലെഫ്റ്റ് സൈഡ് 54, അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ സുഷുമ്ന നാഡിയിലെ 7 മേജർ ചക്രാസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ പേരാണ് താഴേന്ന് മേളി വരുമ്പം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂര, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഹീലിംഗ് എന്ന് പറയുന്നില്ല. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്തുവാ, ഈ ചക്രാസിൽ കുറച്ച് ഈ എനർജി കേന്ദ്രീകരിച്ചിരിക്കുന്ന പോലെ അതിനകത്ത് ഒരുപാട് അഴുക്കുകൾ അടഞ്ഞിരിക്കും. വേറൊന്നുമല്ല, നമ്മുടെ മിക്സിയുടെ അടപ്പ് നോക്കണം,
നമ്മൾ വെളിയിൽ എല്ലാ ദിവസവും കഴുകും, ചിലപ്പോൾ വെയിലത്ത് വയ്ക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ അതിനകത്തൊരു റബ്ബറുണ്ട്. ആ റബ്ബർ എടുത്ത് നോക്കണം, അത്രയും അഴുക്കായിരിക്കും. എന്നുവെച്ചാൽ ദിവസവും നമ്മൾ റബ്ബറിനെ വെളിയിലെടുത്ത് കഴുകുന്നില്ല. ഓക്കെ, മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ നോക്കണം, അത്രയും അഴുക്കുണ്ട്. എന്നുവെച്ചാൽ അതെല്ലാം നമ്മൾ ദിവസവും എടുത്ത് കഴുകാത്ത ഭാഗം. അപ്പം നമ്മളെ അറിയാണ്ട് കുറേ അഴുക്കുകൾ അവിടെ ചേർന്നിരിക്കും. അപ്പം എന്തെങ്കിലും ഒരു ദിവസം ഇതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ച് തുടച്ച് എടുത്ത് വെച്ചാലേ നീറ്റാകത്തുള്ളൂ. അതേ തന്നെയാണ് നമ്മുടെ ചക്രാസിലും ചെയ്യേണ്ടത്. അതിന് പേരാണ് ക്ലീനിങ് അല്ലെങ്കിൽ ഹീലിംഗ്. ഓക്കെ, അതിനെ സുഖപ്പെടുത്തുന്നു, അതിനെ ഗുണപ്പെടുത്തുന്നു. സുഖപ്പെടുത്തുന്നു എന്ന് പറയുന്നതാണ്. സുഖപ്പെടുത്തുന്നതിന് ഒരു ഉദാഹരണം പറയാം. അതിനു മുമ്പേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലൊരു ഡൗട്ട് തോന്നാം, ഈ മിക്സിയിലൊക്കെ അഴുക്ക് അടയുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് അഴുക്കടയുന്നു. ഈ ചക്രാസിൻ്റെ അവിടെ ഏതഴുക്കാണ് വരുന്നേ എന്നൊരു ചോദ്യം വരുന്നത് വളരെ സ്വാഭാവികമാണ്. അത് ഞാൻ പറയാം. അതായത് നമ്മൾ എത്ര ജന്മം ഇതുവരെ എടുത്തു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം എത്രയോ ജന്മങ്ങളെടുത്ത്, മനുഷ്യജന്മം തന്നെ ആദ്യം കല്ലും മണ്ണും ഒക്കെ ആയി, പിന്നെ ചെടി കൊടി മരമായി, പിന്നെ പ്രാണികളായി. അതിൽ തന്നെ പല സ്റ്റേജുണ്ട്. ഇഴയുന്നത്, ഊരുന്നത്, അങ്ങനെ ഇങ്ങനെ വന്ന് വലിയ വലിയ മൃഗങ്ങളായി. പിന്നെയാണ് നമ്മൾ മനുഷ്യജന്മം എടുക്കുന്നത്, മനുഷ്യക്കുരങ്ങായി, പിന്നെയാണ് മനുഷ്യനായിട്ട് വരുന്നത്. അപ്പോൾ ഈ മനുഷ്യജന്മത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും കുറഞ്ഞത് ഒരു 500 ജന്മം എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ എത്ര ജന്മം എടുത്തു? മനുഷ്യജന്മത്തിൽ തന്നെ എത്ര ജന്മം എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇത്രയും ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത് കൂട്ടിയ നെഗറ്റീവ് കർമാസ്, അത് ചിലത് അറിഞ്ഞ് ചെയ്യാം, ചിലത് വേണമെന്നേ ചെയ്യാം, അറിയാതെ ചെയ്യാം, ബൈ മിസ്റ്റേക്ക് ആയിപ്പോകാം. അങ്ങനെ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അതായത് ഇത്രയും നാൾ ചെയ്തു വെച്ച നെഗറ്റീവ് കർമാസിനെല്ലാം സഞ്ചിത കർമ്മ എന്ന് പറയും. സഞ്ചിത കർമ്മ എന്ന് വെച്ചാൽ എന്തുവാ? സഞ്ചി എന്ന് വെച്ചാൽ ബാഗ്. അപ്പം നമ്മളുടെ മുതുകത്ത് ഒരു വലിയ മൂട്ട, ഒരു വലിയ സഞ്ചിയെ ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിലുള്ള, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം കിടക്കുന്ന മാതിരി നമ്മുടെ മുതുകത്ത് ഒരു സഞ്ചിയുണ്ട്. അതിനകത്ത് നമ്മൾ ഇത്രയും ജന്മജന്മമായിട്ട് ചെയ്തു വന്ന കെട്ടതും നല്ലതും. ഓക്കെ, ഈ പൊതുവെ ആളുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, കർമ്മ എന്ന് വെച്ചാൽ നെഗറ്റീവ്. നോ, കർമ്മ എന്ന് വെച്ചാൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അതായത് കർമ്മ എന്ന് വെച്ചാൽ ആക്ഷൻ, അത്രയേ ഉള്ളൂ. കർമ്മ എന്ന് വെച്ചാൽ ചെയ്ത്ത്. അത് നല്ല ചെയ്ത്തായിട്ടും ഇരിക്കാം, ചീത്ത ചെയ്ത്തായിട്ടും ഇരിക്കാം. അപ്പം നല്ല ചെയ്ത്ത് എന്ന് പറഞ്ഞാൽ പുണ്യം, ചീത്ത ചെയ്ത്ത് എന്ന് പറഞ്ഞാൽ പാവം. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും കാലമായിട്ട് ചെയ്ത് വന്ന് ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമാസിനെ നമ്മൾ മുതുകത്ത് പുറത്ത് ഒരു വലിയ സഞ്ചിയിൽ തൂക്കിക്കൊണ്ട് നടക്കുന്നു. അതിൻ്റെ പേരാണ് സഞ്ചിത കർമ്മ. അതിൽ ഈ ജന്മം എടുത്ത നമ്മളെല്ലാവരും ജന്മം എടുക്കുന്നതിന് മുമ്പേ മേളിൽ വെച്ച് കുറച്ച് കണക്ക് തീർത്തിട്ടാണ് വരുന്നത്. എന്തൊരു കണക്ക്? അതായത് നമ്മുടെ സഞ്ചിത കർമ്മയിന്ന് ഇത്രയും ശതമാനം ഈ ജന്മത്ത് ഞാൻ തീർക്കാം, അനുഭവിച്ച് തീർക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു 100% ഉണ്ട് സഞ്ചിത കർമ്മ. അതിൽ ഞാൻ ഒരു 20% നല്ലതും ഒരു 50% ചീത്തയും നെഗറ്റീവ് കർമ്മനെയും ഈ ജന്മത്ത് ഞാൻ കഴിച്ച് തീർക്കാം, അനുഭവിച്ച് തീർക്കാം. കഴിച്ച് തീർക്കുന്നതെന്ന് വെച്ചാൽ അനുഭവിച്ച് തീർക്കാം എന്നുള്ള കണക്കും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഈ 20% നല്ല പുണ്യകർമ്മ എടുത്തുകൊണ്ട് വന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ലത് വരുന്നു. നമ്മളുടെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും സുഖവും ഉണ്ട്, ദുഃഖവും ഉണ്ട്. പക്ഷേ ആ സുഖദുഃഖം എത്ര വെയിറ്റ് ഉള്ളതാണ് എന്നുള്ളതാണ് ഒരുത്തൻ്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നേ എന്നുള്ളതിനെ തീരുമാനിക്കുന്ന സംഗതി.
അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എന്തോ കണക്കിട്ടേ 20% പുണ്യവും 50% പാവം. അപ്പോൾ 50% എന്ന് വെച്ചാൽ ശരിക്കും ഒരു ജന്മത്തിൽ, ഈ ജന്മത്തിൽ പകുതിക്ക് മുകളിൽ നമ്മൾ കഷ്ടപ്പെടണം. എന്നുവെച്ചാൽ ആ 50% നെഗറ്റീവ് കർമ്മനെ നമ്മൾ കഴിക്കണമെന്ന് വെച്ചാൽ എന്തുവാ, അനുഭവിച്ച് തീർക്കണം. ഏത് രീതിയിൽ അനുഭവം? നെഗറ്റീവ് രീതിയിൽ. തെറ്റെന്നല്ല, നെഗറ്റീവായിട്ടുള്ളത്. നെഗറ്റീവായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മനപ്രയാസങ്ങളും ഒക്കെയാണ് നെഗറ്റീവ് കർമ്മ. അപ്പം ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം, ചിലരൊക്കെ എങ്ങനെ എപ്പോഴും സുഖിച്ച് നടക്കുന്നു. അവർക്ക് ദൈവവിശ്വാസമില്ല, ഹാർഡ് വർക്കില്ല, എന്നാലും സുഖിച്ച് നടക്കുന്നു. അവൻ്റെ അപ്പൂപ്പനും ഒക്കെ എന്തൊക്കെയോ ഉണ്ടാക്കി സ്വത്ത് വെച്ചിരിക്കുന്നു. ഇവൻ അത് തിന്ന് ജോളിയായിട്ട് അനുഭവിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എടുത്തുകൊണ്ട് വന്ന സോൾ പ്ലാനിങ് എന്തുമായിരിക്കും? ഞാൻ 90% പുണ്യകർമ്മയും 10% പാവകർമ്മയുമാണ് ഈ ജന്മത്ത്. എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് നല്ല രീതിയിൽ സുഖിക്കണം എന്ന് വന്ന് വിചാരിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരാണ് അങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ കണ്ട് നമ്മൾ വയറെറിയേണ്ട കാര്യമില്ല. അവർക്കും വേറെ കുറേ സഞ്ചിത കർമാക്കളുണ്ട്. ഈ ജന്മത്തെ അവരങ്ങനെ തീരുമാനിച്ചു, അടുത്ത ജന്മത്ത് അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കാം. അപ്പോൾ അടുത്ത ജന്മം അവർ ഒരുപാട് കഷ്ടപ്പെടും. അതൊക്കെയാണ് ഒരു ചെറിയ കണക്ക് കൂട്ടൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ നെഗറ്റീവ് കർമാസും പോസിറ്റീവ് കർമാസും എവിടെ എഴുതി വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡി എൻ എ എന്ന് പറയുന്നത് സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്ത് ഉള്ള സ്പ്രിങ് പോലെ ഉള്ളൊരു സംഗതി, അതിന് പേരാണ് DNA. അപ്പോൾ ഈ DNA-ക്കകത്താണ് ഇതൊക്കെ പുതച്ച് വെച്ചിരിക്കുന്നത്, മൂടി പുതച്ച് വെച്ചിട്ടുണ്ട്. ശരി, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയി. ഇങ്ങനെ ചക്ര ഹീലിംഗ് ക്ലാസ് നമുക്ക് ആരും എടുത്തിട്ടില്ല, യൂട്യൂബിൽ പറഞ്ഞു തന്നിട്ടില്ല, വീഡിയോ ഇല്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തു, ശരി പോട്ടെ, അതൊന്ന്. അപ്പം ഈ ചക്രാസിൽ അഴുക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് കൂട്ടിയ നെഗറ്റീവ് കർമാസാണ് കൂടുതലും. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയും അച്ഛനും ചെയ്ത തെറ്റ്, അവരുടെ നെഗറ്റീവ് കർമാസ് അവർ കഴിച്ച് തീർക്കും. അത് അവരുടെ, അതുകൊണ്ടാണല്ലോ അവർ ജന്മം എടുത്തത്. പക്ഷേ അതിൻ്റെ കുറച്ച് അംശം നമുക്കും വരും. അപ്പോൾ അമ്മ അച്ഛൻ ചെയ്തത്, അമ്മയുടെ അമ്മയച്ഛൻ ചെയ്തത്, അച്ഛൻ്റെ അമ്മയച്ഛനും ചെയ്തത്, അവരുടെ തലമുറകൾ മുന്നേ ചെയ്തത്, അങ്ങനെ ഏകദേശം ഒരു 21 തലമുറ പിന്നിലിട്ട് നോക്കിയാൽ അവരൊക്കെ ചെയ്തു കൂട്ടിയ കർമാസിനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അതാണ് നമ്മുടെ DNA-യിലും ഉള്ളത്. അപ്പോൾ നമ്മുടെ DNA എന്ന് പറയുന്നത് അമ്മയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ് പകുതി. അപ്പം അവരുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് പകുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ DNA-യിലും ഈ നമ്മളുടെ ആൻസസ്റ്റേഴ്സ്, ഓക്കെ, അവർ ചെയ്ത കർമാക്കളുടെ അംശമുണ്ട്. അതുമാത്രമല്ലാതെ ഈ സൊസൈറ്റിയിൽ ഒരു കൊച്ചു ജനിച്ച് വളർന്നു വരുമ്പം സൊസൈറ്റി അതിന് ഒരുപാട് തടസ്സങ്ങളിടും. തടസ്സം എന്ന് പറയത്തില്ലേ? തടസ്സം എന്ന് പറയുന്നത് എന്തുവാ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ നോക്കരുത്, ഇവിടെ നോക്കരുത്, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യരുത്, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ്. അതുമാത്രമല്ല, ആൺപിള്ളേരെയും പെൺപിള്ളേരെയും നമ്മൾ ഒരുപോലെയല്ല വളർത്തുന്നത്. വളർത്തുന്ന രീതിയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചില അച്ഛന്മാരാണെങ്കിൽ ഒരുപാട് ലാളിക്കും, ചില അച്ഛന്മാർ അടിന്നിട്ട് അടിക്കും, ചില അമ്മമാർ രാക്ഷസികളെ പോലെ കൊച്ചുങ്ങളെ വഴക്കിട്ട് അടിച്ച് പഠിപ്പിക്കാമെന്നുള്ള പേരിലും നല്ലത് പഠിപ്പിക്കുക, നിന്നെ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ട് കണ്ടമാനം അടിക്കും. ചിലർ നാക്കുകൊണ്ട് തന്നെ പ്രാകുന്ന രീതിയിലായിരിക്കും. ചില അമ്മമാരുണ്ട്, ഞാൻ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഞാൻ പറയുന്നത്. അല്ലാതെ അച്ഛന്മാരാണോ മോശം, അമ്മമാരെല്ലാം വളരെ സോഫ്റ്റാണ്, ജെൻറ്റിലാണ്. രാക്ഷസി പോലെ ഉള്ള അമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പെറ്റ മക്കളാണ്, അതേ മറന്നിട്ട് അവരിട്ട് അടിക്കും, വഴക്ക് പറയും.
അങ്ങനെയും ആൾക്കാരുണ്ട്. അപ്പം ഈ വഴക്ക് പറയുന്നത്, സോഷ്യൽ കണ്ടീഷനിങ്, ചിലർ എപ്പോഴും കൊച്ചുങ്ങളെ കുറ്റപ്പെടുത്തി വരും. വളരുമ്പോഴേ നീ എല്ലാം എന്തേന് കൊള്ളാം, ഒന്നിനും കൊള്ളരുതാത്തത്, ഇങ്ങനെ ഒരു 100 പ്രാവശ്യം അവനവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വായിൽ നിന്ന് കേൾക്കുമ്പം ആ കൊച്ചിന് എങ്ങനെ ധൈര്യം വരും ജീവിക്കാൻ? അപ്പം ഇതൊക്കെയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. അപ്പോൾ ഇതുപോലെ കുറേ സംഗതികളുണ്ട്. ഇങ്ങനത്തെ സംഗതികളെല്ലാം ആ കൊച്ചു വളർന്നു വരുമ്പം അതിൻ്റെ ഉപബോധ മനസ്സിൽ കയറുമ്പം, സബ് കോൺഷ്യസ് മൈൻഡിൽ കയറുമ്പം അത് അതിൻ്റെ DNA പതിയുന്നു, അത് അവരുടെ ചക്രാസിൽ പതിയുന്നു. അപ്പോൾ ഇപ്പം മനസ്സിലാകുന്നുണ്ടോ ചക്രാസിൽ അഴുക്ക് വരുന്നത് എങ്ങനെ? ചക്രാസിൽ അഴുക്ക് വരുന്നതിൻ്റെ കാരണം ഇതെല്ലാം പോയി അതിനകത്ത് അടഞ്ഞിരിക്കുമ്പം ചക്രയുടെ മെയിൻ ജോലി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ചക്ര എന്ന് പറഞ്ഞാൽ വീൽ എന്നാണ് അർത്ഥം സാൻസ്ക്രിറ്റിൽ. വീൽ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ചക്രം പോലെ. അപ്പോൾ വീലിൻ്റെ ജോലി എന്തുവാ? ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ ദേഹത്തും ഈ ചക്രാസ് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പം ഈ ചുറ്റുന്നത് ഫ്രീ ആയിട്ടിരുന്നാലേ അതിങ്ങനെ ചുറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ അടച്ചടച്ച് വെച്ചിരുന്നു വെച്ചാൽ അതിൻ്റെ മൂവ്മെൻറ്റിൽ തടസ്സമുണ്ടാകും. അതാണ് ബ്ലോക്സ് ഇൻ ദ ചക്രാസ് എന്ന് പറയുന്നത്. അപ്പം ഈ ബ്ലോക്കിനെ എങ്ങനെ മാറ്റും? ചക്രാസ് നേരെ ചൊവ്വേ പ്രവർത്തിച്ചാലേ നമുക്ക് എനർജി കിട്ടത്തുള്ളൂ. അപ്പം ചക്രാസ് നേരെ ചൊവ്വേ പ്രവർത്തിക്കണമെങ്കിൽ ആ ബ്ലോക്സിനെ എടുക്കണം. അപ്പം എങ്ങനെ എടുക്കും? കൈയിട്ട് എടുക്കാൻ നോക്കുമോ? സിറിഞ്ചിട്ട് എടുക്കാൻ നോക്കുമോ? സിറിഞ്ചിട്ട് വലിച്ചെടുക്കാൻ നോക്കുമോ? ഓപ്പറേഷൻ ചെയ്ത് വെട്ടിക്കളയാൻ നോക്കുമോ? ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്താ വെച്ചാൽ ഇതെല്ലാം സൂക്ഷ്മ ശരീരത്തിൽ കണ്ണിന് കാണാത്ത രീതിയിൽ നമ്മുടെ ദേഹത്തിന് ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നതാണ് ഈ പ്രാണശക്തി. അപ്പോൾ ഈ ബ്ലോക്കുള്ള ചക്രയെ കൊണ്ട് നമുക്കെന്ത്? അത് ബ്ലോക്ക് ഇരിക്കുന്നെങ്കിൽ ഇരുന്നോട്ടെ, കണ്ണിനെ കാണാൻ വയ്യ, അത് അങ്ങനെ ഇരുന്നോണ്ട് പോട്ടെ എന്ന് വിചാരിക്കാനൊക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ചക്രം ഇങ്ങനെ നേരെ ചൊവ്വേ. ശരി, ഇനിയൊരു കാര്യം, ഈ ചക്രം എന്തിനാ ഇങ്ങനെ ചുറ്റുന്നേ? അതിന് അർത്ഥം വേണമല്ലോ, ഒരു കാരണം വേണമല്ലോ. കാരണമുണ്ട്. അതായത് ഈ പ്രാണശക്തി അകത്ത് കയറുമ്പം നമ്മൾ ഫുഡിൽ കൂടെ, വെള്ളത്തിൽ കൂടെ, വായുവിൻ്റെ കൂടെ പ്രാണശക്തി അകത്ത് കയറുന്നല്ലോ. അപ്പം ആ പ്രാണശക്തി അകത്തോട്ട് വലിച്ചെടുക്കാൻ ഈ ക്ലോക്ക് വൈസിൽ തിരിയും. ക്ലോക്ക് വൈസിൽ ഈ നമ്മുടെ ദേഹത്ത് അഴുക്കുണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ, അതിനെ വെളിക്കളയാൻ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിയും. ഓക്കെ, അപ്പോൾ 3 ചുറ്റ് ക്ലോക്ക് വൈസ്, 3 ചുറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യും. അപ്പോൾ ഇതാണ് ചക്രാസിൻ്റെ ജോലി. അപ്പോൾ സദാസർവകാലവും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഇടയിലൊക്കെ അടപ്പുണ്ടെങ്കിൽ ചുറ്റുന്നത് നല്ല സ്പീഡിലായിരിക്കുമോ? അല്ല, പതുക്കെ ഇങ്ങനെ ചുറ്റും. അതാണ് ബ്ലോക്ക് കൊണ്ടുവരുന്ന തിന്മ. ഇത് നമുക്കെങ്ങനെ അറിയും എന്ന് വെച്ചാൽ അതാണ് നമുക്ക് പല നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് ജീവിതത്തിൽ വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കും. ബ്ലോക്കിനെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? ഈ ചക്രാസിൽ ബ്ലോക്കുണ്ട്, എൻ്റെ ചക്രാസിൽ ബ്ലോക്കുണ്ടെന്ന് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഡോക്ടർക്കും പോകണ്ട, ഒരു MRI സ്കാനും എടുക്കണ്ട. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ചക്രാസ് ആർ ക്ലീൻ, നോ ബ്ലോക്സ്. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചെയ്ത നെഗറ്റീവ് കർമാസ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അനുഭവിക്കുന്നത്. അങ്ങനെ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഒരുപാട് അടപ്പുകൾ, ബ്ലോക്സുകൾ നമ്മുടെ ചക്രാസിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ചക്രാസിനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത സഹസ്രാരത്തിനെ വിട്ടേക്കും. അത് ഏറ്റവും ടോപ്പിലുള്ളത്, ഉച്ചയിലുള്ളത്, അത് പ്രപഞ്ചത്തിനോട് എപ്പോഴും കണക്ഷനായിട്ട് ഉള്ളതാണ്.
അതിനെപ്പോലും നമുക്ക് വലുതായിട്ട് ചെയ്യാനുള്ള. പക്ഷേ നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക്, നമ്മുടെ ചെയ്ത്ത് നോർമലായിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടിരുന്നാൽ നമുക്ക് ഈ ബ്ലോക്സ് ഒന്നും വരത്തില്ല. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നന്നായിട്ടിരിക്കും. അപ്പം ഈ ബ്ലോക്സിനെ എടുക്കുന്ന സംഗതിക്കാണ് ചില ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സിനാണ് ചക്ര ഹീലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചക്ര ഹീലിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ടെക്നിക്സുകളുണ്ട്. ടെക്നിക്സുകൾ എന്ന് പറഞ്ഞാൽ ചെയ്ത്തുകൾ. അത് ചെയ്ത് അതിനകത്തുള്ള അടപ്പുകളെ, ബ്ലോക്സുകളെ മാറ്റിയാൽ തിരിച്ച് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് എന്തൊക്കെയാണ് മെച്ചപ്പെടുന്നത്? ആരോഗ്യം മെച്ചപ്പെടും, ഫിസിക്കൽ ഹെൽത്ത് മെച്ചപ്പെടും, മെൻ്റൽ ഹെൽത്ത് മെച്ചപ്പെടും, നമ്മളുടെ അടുത്തുനിന്ന് കെട്ട സ്വഭാവങ്ങളൊക്കെ മാറും. അപ്പം കൂടുതൽ നമ്മൾ മനുഷ്യനായിട്ട് വരും. പിന്നെ വേണം മനുഷ്യൻ്റെ ലെവലിൽ നിന്ന് ഉയർന്ന് ദൈവത്തിൻ്റെ നിലയ്ക്ക് വരാൻ. ഓക്കെ, സോ ഫിസിക്കൽ ഹെൽത്ത് നന്നായിരിക്കും, മെൻ്റൽ ഹെൽത്ത് നന്നായിരിക്കും. ഇത് രണ്ടും നന്നായിരുന്നാൽ അടുത്ത അവൻ്റെ സ്പിരിച്വൽ ഹെൽത്ത് നന്നായിരിക്കും, അവൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം നന്നായിരിക്കും, ബന്ധങ്ങളെല്ലാം നന്നായിരിക്കും, അവൻ്റെ തൊഴിൽ രീതിയായിട്ട് അവന് നന്നായിരിക്കും, ജോലിയിൽ അതായത് നല്ല ആരോഗ്യം, മനസ്സിൽ സന്തോഷം, നല്ല റിലേഷൻഷിപ്സ്, നല്ല ജോലി, കൈ നിറയെ സമ്പാദ്യം, എല്ലാ സുഖഭോഗങ്ങളും ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ പുറമേ നമുക്ക് എന്ത് വേണം? കാശ് വേണം. അപ്പം മണി, ഇപ്പം ഈ ഫിസിക്കൽ ഹെൽത്ത് വേണം, മെൻ്റൽ ഹെൽത്ത് വേണം, നല്ല റിലേഷൻഷിപ്സ് വേണം, നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ വേണം. പക്ഷേ നല്ല ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ശമ്പളമില്ലാതിരുന്നിട്ട് കാര്യമില്ല. നല്ല വരുമാനം വേണം, കാശ് വേണം. കാശുണ്ടെങ്കിൽ 95% പ്രോബ്ലങ്ങൾ നമുക്ക് മാറിക്കിട്ടും. അത് സ്പിരിച്വൽ ലൈഫിലായിരുന്നാലും ശരി, ലൗകിക ജീവിതത്തിലാണെങ്കിലും ശരി, മെറ്റീരിയലിസ്റ്റിക് വേൾഡിലാണെങ്കിലും ശരി. അപ്പം ഇത് 5ഉം സാറ്റിസ്ഫൈ ആകണമെങ്കിൽ നമുക്ക് ചക്ര ഹീലിംഗ് ചെയ്തേ പറ്റും. അതാണ് ഞാൻ ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ ഒക്കുന്നെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. അതോടുകൂടി നമുക്ക് ഈ ചക്ര ഹീലിങ്ങിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം.